ഈ ഒരു ഇതിന് നമുക്ക് മലേഷ്യൻ ട്രിപ്പ് പ്ലാൻ ചെയ്താലോ? വെൽക്കം ടു മലേഷ്യ ട്രിപ്പ് ഡേ 2. രണ്ടാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഏറ്റവും ഫേമസ് ആയ ബാത്തു കേവ്സ് വിസിറ്റ് ചെയ്യാനാണ്. ഒരു 500ഓളം സ്റ്റെപ്പുകൾ കയറിയിട്ട് നമ്മൾ ഏറ്റവും മുകളിലെത്തിയിട്ട് ഒരു കേവിൻ്റെ ഉള്ളിൽ ഒരുപാട് അമ്പലങ്ങളാണ്. അതാണ് ബാത്തു കേവ്സ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും എങ്ങനെയായിരിക്കും ഇവരിതൊക്കെ ഇവിടെ ഉണ്ടാക്കിയതെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നമുക്ക് പ്രൈവറ്റായിട്ടും ഗ്രൂപ്പായിട്ടും മലേഷ്യയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യാം കേട്ടോ. ബാത്തു കേവ്സിന് ശേഷം നമ്മൾ നേരെ വന്നത് ജെൻഡിങ് ഹൈലൻഡ് എന്ന് പറയുന്ന ഒരു പ്ലേസിലേക്കാണ്. ജെൻഡിങ് ഹൈലൻഡ് എന്ന് പറഞ്ഞാൽ ഒരു മലയുടെ മുകളിൽ ഒരു ലോകം തന്നെയുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോകുന്നത് കേബിൾ കാർ വഴിയാണ്. ആ ഒരു എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങൾ പോയപ്പോൾ ഒരു ലോങ് ക്യൂ ആയിരുന്നു കേബിൾ കാറിലേക്ക്. ഫുൾ ഗ്ലാസ്സോട് കൂടിയിട്ടുള്ള ഈ കേബിൾ കാറിൽ പോകുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാം. താഴെ ഒരു വലിയ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉണ്ട്. അതെല്ലാം നമുക്കിതിലിരുന്ന് കാണാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ റൂംസ് ഉള്ള ഒരു ഹോട്ടലാണ് ഈ കാണുന്നത്. അവിടെ ചെന്നപ്പോൾ മഴയായത് കാരണം ഫുൾ കോടയായിരുന്നു. നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് അതിൻ്റെ പകുതിയിലാണ് ചുൻസി ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ടെമ്പിൾ. അതും കൂടെ കണ്ട് തിരിച്ചിറങ്ങിയപ്പോഴേക്കും ഈവനിങ് ആയി. നേരെ പോയി ഫുഡ് കഴിക്കാൻ ഡിന്നറും കഴിഞ്ഞ് ഡേ 2 കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഇതിന് വളരെ കുറഞ്ഞ റേറ്റിൽ മലേഷ്യ പോലുള്ള ഇൻ്റർനാഷണൽ ട്രിപ്സ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ.